ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ട്യൂറിംഗ് ടെസ്റ്റ് ആൻഡ് ദ ഒറിജിൻസ് ഓഫ് എ ഐ ആണ്. ഇതിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെഷീൻ്റെ ബിഹേവിയർ ആൻഡ് എബിലിറ്റി ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ ഒരു ഇൻ്റലിജൻസ് ആയിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ എന്താണ് അതിൻ്റെ ഹിസ്റ്ററി ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് മുന്നേ എക്സ്പ്ലോർ ചെയ്യാം. ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ അത് ഇൻവോൾവ് ചെയ്യുന്നത് ഹ്യൂമൻ, അതിലൊരു ബേസിക് ആയിട്ടൊരു ഹ്യൂമൻ ഇൻ്റർഗ്രേറ്റർ ഉണ്ടാവും. അതിൽ പിന്നെ 2 കോണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ 2 കോണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് കമ്പ്യൂട്ടറും ഒന്ന് അതിൻ്റെ ഹ്യൂമൻ ആയിരിക്കും. അപ്പോൾ ആ ഹ്യൂമനിൽ ഇൻ്റർഗ്രേറ്റർ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് രണ്ട് കോണ്ടസ്റ്റൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഹ്യൂമൺ ആണോ അല്ലെങ്കിൽ അത് എന്താണ് ഒരു മെഷീനാണോ അത് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് പീരീഡ് കോൺവെർസേഷൻ വരുമ്പോൾ അതിൽ ഇൻ്റർഗ്രേറ്റർക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു എബിലിറ്റി ഹ്യൂമൻ ഇൻ്റലിജൻസ് ആയിട്ട് ഈക്വലായി വരുന്നുണ്ടെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ പാസ്സായിട്ട് നമുക്ക് അതിൽ അസ്യൂം ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒറിജിൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് 1940 to 50 ആണ് അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഏർലി 15s അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഇൻ്റലിജൻസ് ആൻഡ് മെഷീനറീസ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ബുക്ക് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ 1956 അതിൻ്റെ ഡാർട്ട്മൗത്ത് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടേം ഫസ്റ്റ് ആയിട്ട് അത് ജോൺ മെക്കാർത്തി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ് അത് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ 1960 to 80s എന്ന് പറഞ്ഞൊരു എവല്യൂഷനിൽ അതിൻ്റെ എലീസ ആൻഡ് മൈക്കിൻ എന്ന് പറഞ്ഞൊരു 2 എക്സ്പേർട്സ് അതിൻ്റെ ഒരു ചാറ്റ് ബോർഡ്, ഒരു നോർമൽ ചാറ്റ് ബോർഡ് എന്നുള്ള രീതിക്ക് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 1997 IBM-ന്റെ ഒരു ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഒരു എവല്യൂഷൻ കാരണം വേൾഡ് ചാമ്പ്യൻ ചെസ്സിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഗാരി കാസ്പറോവിനെ അത് ഡിഫീറ്റ് ചെയ്തു. പിന്നെ 2000 അതിൻ്റെ 2000 ഇപ്പോൾ AI ആപ്ലിക്കേഷൻ ഇൻ അസിസ്റ്റൻസ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, പിന്നെ ചാറ്റ് ബോർഡ്സ് അതിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ട്യൂറിംഗ് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇതിപ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും പ്രാക്ടിക്കൽ ഒരു ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മെഷീൻ ലേണിംഗ് ഇന്റലിജൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹൗ ടു തിങ്ക് അബൌട്ട് ദ മെഷർ മെഷർ എ ഐ. അതിന്റെ നമുക്കിപ്പോൾ ഒരു മെഷീൻസിന്റെ തിങ്കിങ് പ്രോസസ്സൊക്കെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ടുഡേ ഡിബേറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കോൺസിസ്റ്റൻസി ആയിട്ട് മെഷീൻസ് ലേണിംഗ് നമുക്ക് ഇതിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്യൂറിംഗ് സെർച്ച് ടുഡേസ് AI മെഷീനാണ്. അതിൽ 1950 നമുക്ക് ട്യൂറിംഗ് വിഷൻ വരുന്നത്. അതിൽ ഹ്യൂമൻ കോൺവെർസേഷൻ പിന്നെ റൂൾ ബേസ്ഡ് ലോജിക്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടുഡേസ് AI എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമൻ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു മെയിൻ ആയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു AI വരുന്നത്. അതിൽ തന്നെ ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ അതിൽ കവർ ആവുന്നുണ്ട്. പിന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിലും പിന്നെ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്കിപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഒരു യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെഞ്ച് മാർക്കാണ്. അതായത് AI ഇൻ്റലിജൻസിൻ്റെ എവല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് ട്യൂറിംഗ് ടെസ്റ്റിനെ കാണാം. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഡെവലപ്പായി വന്നൊരു സിസ്റ്റമാണിത്. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിനെയൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഈ ഹ്യൂമൻ ഇൻ്റലിജൻസും പിന്നെ മെഷീൻ കോഗ്നിഷനൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബൗണ്ടറീസ് മറികടക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫിലോസഫിക്കൽ ആൻഡ് ഡിസ്കഷൻ ആൻഡ് മൈൻഡ് കോൺഷ്യസ്നെസ് അത് നമുക്ക് ഇതിലും മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ChatGPT അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇത് എൻഷുർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അതിൽ നമുക്ക് AI ഏജൻസി വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ AI റിസർച്ച് എന്ന് പറഞ്ഞൊരു ഒരു സെക്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് അതിൽ നമുക്ക് ഇപ്പോൾ ഹ്യൂമൻ ലൈക്ക് ആയിട്ട് വരുന്ന കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ AI കാപ്പബിലിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അക്കാദമിക് സ്റ്റഡീസ് ആണ്. അതിലിപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നമുക്ക് ഈ ഇൻ്റലിജൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിന് ട്യൂറിംഗ് ടെസ്റ്റിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഇത് ഫോക്കസ് ചെയ്യുന്ന ഓൾറെഡി ലാംഗ്വേജിലാണ്. അപ്പോൾ അത് റിയൽ വേൾഡിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു മെഷീൻ്റെ ഇതിപ്പോൾ
ഇതിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ട്രിക്സ് ആൻഡ് വിത്തൗട്ട് ഇന്റലിജൻസ് ആയിട്ടാണ് ട്യൂറിംഗ് ടെസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ക്രിയേറ്റിവിറ്റി, ഇമോഷൻസ് ഒന്നും ഇതിന് ഒരു അവെയർ അല്ല. അപ്പോൾ അതും ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഈ ട്യൂറിംഗ് ടെസ്റ്റിന്റെ ഒരു എവല്യൂഷൻ നമുക്ക് AI-ന്റെ ആക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റിയും യൂസ്ഫുൾനെസ് ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ ടോപ്പിക്. താങ്ക് യു.